SFIക്കാർ വെറും ഗുണ്ടകളെ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. ഞാൻ തലശ്ശേരിക്കാരനാ, അപ്പൊ എനിക്ക് ശരിക്കും അറിയാം. അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ കൊലപാതകം നടന്നത്. ഇല്ലല്ല, ഗുണ്ടാ പാർട്ടി ഒന്നുമല്ല. അടിച്ചാതിരിക്കാൻ ആരാണുള്ളത്? ഞാനൊരു CPM കാരനാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടിട്ട് മൊത്തത്തില് കുറച്ചൊരു ദുർബലാണ്. TP വധക്കേസിലെ പ്രതിയൊക്കെ ഇപ്പോ ജീപ്പൊക്കെ ഓടിച്ചിറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാതെ ഒരു ജീപ്പാണ് ഓടിച്ചിരിക്കുന്നത്. അതിനോട് നമുക്ക് ഇതുണ്ട്. ഞാൻ CPM ഒരു അനുഭാവിയാണ്. അപ്പൊ നമ്മളും ഇങ്ങനെ മടങ്ങി വരിക. CPM അല്ല അക്രമം ഉണ്ടാക്കണേ യൂത്ത് കോൺഗ്രസ്സുകാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും ഒരു ഗുണ്ടാ പാർട്ടി ലേബലിലേക്ക് തിരിച്ചു പോകുന്നതായി തോന്നുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായും. എന്തുകൊണ്ടാണ്? SFIക്കാർ വെറും ഗുണ്ടകളെ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. അവര് കഴിഞ്ഞാൽ അവര് നല്ല പ്രവൃത്തിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഭൂരിഭാഗവും അവര് ഒരു ഗുണ്ട പാർട്ടിയെ പോലെയാണ് പെരുമാറുന്നത്. അവരുടെ ചാനൽ ചർച്ചകളിലുള്ള അവരുടെ സംഭാഷണം തന്നെ നമുക്കറിയാം. അവര് ഇപ്പൊ SFIയിലെ പിള്ളേരാണേലും ഒരു ഗുണ്ടയുടെ ഒരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അവർ ഇത്ര നാളും സംസാരിച്ചത് ഇതിനേക്കാളും വിപരീതമാണ് രണ്ടാമത്തെ ഭരണം കിട്ടിയപ്പോൾ. ആദ്യ ഭരണകാലത്ത് അവരുടെ നല്ലതായിരുന്നു. എന്നാൽ രണ്ടാം ഭരണകാലമായപ്പോൾ ഒരു ഗുണ്ട പാർട്ടിയെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. വേറെ എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അത് ഗുണ്ട പാർട്ടിയായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. അത് ഇപ്പോൾ അവർ എന്ത് പ്രവൃത്തി ചെയ്താലും പാർട്ടി അവരെ സ്വീകരിക്കുമെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ കാപ്പ കേസിലെ പ്രതികളെയും അത് മാത്രമല്ല കഞ്ചാവ് കേസിലെ പ്രതികളെയും അവർ സ്വീകരിക്കുന്നത്. അത് ഒരിക്കലും നമ്മളെപ്പോലുള്ള ഒരു കേരളത്തിൽ അത് വേണ്ടാത്ത സംഭവമാണ്. തെറ്റ് ചെയ്തവരെ എന്തായാലും അവർ ശിക്ഷ അനുഭവിക്കണം എന്നാണ് നമ്മുടെ ഏത് പാർട്ടിയാണേലും. എനിക്കൊരു ഇന്ന പാർട്ടി എന്ന് പറയാനുള്ള ഇതില്ല. ഏത് പാർട്ടിയാണേലും അവർ തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം. കാരണം ഇവരിപ്പോ നമ്മളിപ്പോ TP വധക്കേസിലെ പ്രതിയൊക്കെ ഇപ്പോ ജീപ്പൊക്കെ ഓടിച്ചിറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ആണെങ്കിൽ നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാതെ ഒരു ജീപ്പാണ് ഓടിച്ചിരിക്കുന്നത്. സാധാരണ നമ്മുടെ പോലുള്ള സാധാരണ ഒരാള് നമ്പർ പ്ലേറ്റ് വേണ്ട, എന്തെങ്കിലും ഒരു ചെറിയൊരു ഫാൾട്ട് ഉണ്ടെങ്കിൽ തന്നെ NVD പോലുള്ള ഒരു കേസ് എടുക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ ഇവരെ പോലെയുള്ളവർ എന്തൊക്കെ ചെയ്താലും അവരെ സംരക്ഷിക്കാൻ ആളുള്ളത് കൊണ്ട് നമുക്ക് അറിയാം. അവര് സംരക്ഷിക്കാൻ ആളുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം അവര് എന്ത് തോന്നിവാസം ചെയ്യാനും തയ്യാറായി മുന്നോട്ട് വരുന്നത്. ഇപ്പൊ പത്രം വായിക്കുമ്പോ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അവര് കൊല്ലമായിട്ട് വീണ്ടും ഇറങ്ങുന്നത്. ഇപ്പൊ ഭരണമുള്ളതുകൊണ്ടാണ് അവര് അനങ്ങാതിരിക്കുന്നത്. ഭരണം മാറിക്കഴിഞ്ഞാൽ വീണ്ടും. ഞാൻ തലശ്ശേരിക്കാരനാ, അപ്പൊ എനിക്ക് ശരിക്കും അറിയാം. അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ കൊലപാതകം നടന്നത്. ഇങ്ങനെ പോയാല് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ജനങ്ങൾ നൽകുന്ന വിധി എന്തായിരിക്കും? തീർച്ചയായും ഈ പാർട്ടി വരില്ല, അത് ഉറപ്പാണ്. അവർക്കും ഉറപ്പാണ്. വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്നാണ് തോന്നുന്നത്? കഷ്ടപ്പാടായിരിക്കും. ഇപ്പൊ നമ്മൾക്കൊന്നും പെൻഷൻ കിട്ടുന്നില്ല. ഇന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കും എന്ന് പറയുന്നത്. അത് എപ്പോഴാന്നുള്ള അറിയില്ല. ഇല്ല അങ്ങനെ പോകാൻ സാധ്യതയില്ല. ഇവിടെ ഇപ്പോ CPM അല്ല അക്രമം ഉണ്ടാക്കണേ യൂത്ത് കോൺഗ്രസ്സുകാരാണ്. അപ്പൊ അവിടെ കണ്ടില്ല, തിരുവനന്തപുരത്തെ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ ഒരു DYFIക്കാരനെ അടിച്ച അബോധാവസ്ഥയിലപ്പോ തിരിച്ചടിയില്ല CPMന്റെ അടുത്ത്. CPM ഭരണം ഉണ്ടായതിനെ കൊണ്ടാണ് ചിലപ്പോൾ അത് ചെയ്യാത്തതെന്നുള്ളതാണ്. CPM ഇവിടെ അക്രമം ഉണ്ടാക്കിയെന്നല്ല, അടിച്ചാലും തിരിച്ചടിക്കുന്ന പാർട്ടിയൊക്കെ തന്നെയാണ്. ഇപ്പോഴങ്ങനെ ഇല്ല. അപ്പൊ ഈ ഭരണം ഉണ്ടായതിനെ കൊണ്ട് അവരങ്ങനെ അടിക്കലില്ല, അക്രമത്തിന് പോകാറില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം 20 സീറ്റിലെ ഇപ്പൊ ഒരു സീറ്റാണ് അവർക്ക് കിട്ടിയത്. ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഭരണം പോയിട്ടുണ്ടെങ്കിൽ സീറ്റ് പകുതിയിലല്ല 4-1 കുറയുന്നതാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. ഒന്നെങ്കിൽ അവർ ഇനി തിരിച്ചു വരണമെങ്കിൽ സമയബന്ധിതമായിട്ട് നമുക്ക് കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷൻ, അതാണ് ഒരാളുടെ 1600 രൂപ എന്ന് പറഞ്ഞാൽ ഏതൊരാളുടെയും ജീവിത മാർഗമാണ്. ഒരു തൊഴിലാളി, പാവപ്പെട്ട ഒരാളുടെ 1600 രൂപ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ജീവിത മാർഗമാണ്. അതുകൊണ്ടാണ് അവര് ആ പെൻഷൻ ഉപയോഗിച്ച് മാത്രം മരുന്നും നിത്യോപസാരങ്ങൾക്കൊക്കെ ഇതുപോലെ വില കൂടിയ സമയത്ത് ജനങ്ങൾ അത് നോക്കിയിട്ടാണ് ജീവിക്കുന്നത്. അത് ഉറപ്പായിട്ടും അവർക്ക് കൊടുക്കണം. കാരണം നമ്മൾ PSCയിലുള്ള ആളുകൾക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ്, 20 മെമ്പേഴ്സിന് അവർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് എന്നിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. യാത്രപഥ്യമായിട്ട് കിലോമീറ്ററിന് 15 രൂപ, കാറ്, താമസം, കറണ്ട് ചാർജ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരു 1600 രൂപ എന്ന് പറഞ്ഞാൽ അവർക്ക് പെൻഷൻ കൊടുക്കുന്നത് ഒരിക്കലും നിർത്തലാക്കല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ ഒരു ജനത്തിന്റെ ആശ്രയമാണ് ഈ പെൻഷൻ. അതുകൊണ്ട് ഇങ്ങനത്തെ പെൻഷനും പോലുള്ള നിർത്തലാക്കി അവർ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ 5 മാസം 6 മാസമായിട്ട് കൊടുക്കാനുണ്ട്. അത് നിർത്തലാക്കിയാണ് ഈ പ്രാവശ്യം അവർക്ക് ഒരു സീറ്റിലേക്ക് ഒതുങ്ങാൻ കാരണം.
ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവര് ഒരിക്കലും ഭരണത്തിൽ വരികയല്ല. സീറ്റ് എന്ന് പറഞ്ഞാൽ 4-1 ചുരുങ്ങുകയും ചെയ്യും. CPM വീണ്ടും ഒരു ഗുണ്ട പാർട്ടി പദവിയിലേക്ക് തിരികെ പോകുന്നതായി തോന്നുന്നുണ്ടോ? ഇല്ല ഗുണ്ടാ പാർട്ടി ഒന്നല്ല. അടിച്ചാതിരിക്കാൻ ആരാണല്ലേ ഇപ്പം കണ്ടില്ല തിരുവനന്തപുരത്തല്ലേ എത്ര കുട്ടികൾ കൊടുത്ത സഭയ്ക്കാരൊക്കെ ഒന്ന് തിരിച്ചടിച്ച് അടിക്കാന്ന് തുടങ്ങിയാൽ കോൺഗ്രസ് സാധനം ഉണ്ടാവില്ല. കേരളത്തിൽ തീരുമാനിച്ചെത്തി പ്രഖ്യാപിച്ച സാധനം ഉണ്ടാവില്ല. ഉണ്ടാകത്ത് പിന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ രണ്ടാമത് ഇതും കൊണ്ട് SFIനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ SFIക്കാരാണ് മരിച്ചത്. 38 SFIക്കാർ മരിച്ചത്. ഈ കേസുകാർ മരിച്ച് പറയാൻ പറ്റും. ഈ മാധ്യമങ്ങൾക്ക് ബോധമല്ലേ വെറുതെ ഇല്ലാത്ത ഉണ്ടാക്കിയ ഇത് വിടുക. അതങ്ങനെ ഈ സോഷ്യൽ മീഡിയ അല്ല ഇതിനെ പറയുന്നത്, അല്ലാതെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു പരാതി ഇല്ല. പിന്നെ നിയന്ത്രണങ്ങളില്ല. അതാണ് ഇപ്പോൾ കോൺഗ്രസിലായാലും CPMലായാലും നേതാക്കന്മാർ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ആ ഒരു നിയന്ത്രണങ്ങളില്ല. ഇപ്പോൾ ഏത് പാർട്ടിയിലായാലും നിയന്ത്രണം ഇല്ല. ഊന്നിയ പോലെ എന്നുള്ള ആ ഒരു നിലപാടാണ് കാണുന്നത്. അതിന് കാരണം എന്തായിരിക്കും? കാരണം അതന്നെ അതായത് നേതാക്കന്മാർ വേണമല്ലോ അണികൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ. ഇപ്പോൾ ആ നിർദ്ദേശങ്ങൾ ഇപ്പോൾ കുറവാണ്. അതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അത് ഏത് പാർട്ടിയിലായാലും ഇപ്പോൾ അത് ഇല്ല. മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു താളം തെറ്റിയ ഒരു രീതിയാണ് കാണുന്നത്. ഇങ്ങനെയാണെങ്കിൽ പാർട്ടി അധികാരത്തിലേക്ക് തിരിച്ചു വരും, അടുത്ത തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ കയറുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. ഞാനൊരു CPMകാരൻ തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടിട്ട് മൊത്തത്തിൽ കുറച്ചൊരു ദുർബലമാണ്. അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് നന്നായാൽ അവർക്ക് നല്ലത്. CPM വീണ്ടും ഒരു ഗുണ്ട പാർട്ടി ലേബലിലേക്ക് തിരിച്ചു പോകുന്നതായി തോന്നുന്നുണ്ടോ? തീർച്ചയായും. എന്തുകൊണ്ടാണ്? അത് ഓരോ പാർട്ടിയുടെ ലെവൽ അങ്ങനെയാണ്. പിന്നെ ഇവര് ഈ പാവപ്പെട്ട ആളുകളെ തീരെ ശ്രദ്ധിച്ചില്ല. ഇവർ സാമ്പത്തിക മേഖലയിൽ പോയി കൂടുതലും. സാമ്പത്തികമുള്ള ആളുകളെ മേലെയാണ് കൂടുതൽ പോയത്. പാവപ്പെട്ട പെൻഷനൊക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ ഇവിടെ, അത് ഇത് വാങ്ങുന്ന വയസ്സായ ആളുകളൊക്കെ വാങ്ങുന്നതുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു സാമ്പത്തിക മേഖലയിൽ അങ്ങനെ പോയി. അതിനോട് നമുക്ക് ഇതുണ്ട്. ഞാൻ CPMന്റെ ഒരു അനുഭാവിയാണ്. അപ്പോൾ നമ്മളും ഇങ്ങനെ മടങ്ങി വരിക.